मेरे प्यारे बच्चों सलाम ऑनलाइन हिंदी क्लास में आप सबका स्वागत करता हूं बच्चा ടീക്കറാ എല്ലാ മക്കളും അടിപൊളിയല്ലേ യെസ് നമ്മുടെ ക്രിസ്മസ് പരീക്ഷ ഇങ്ങ് അടുത്തെത്തിയില്ലേ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ നമ്മുടെ പരീക്ഷയ്ക്കുള്ളൂ എല്ലാ മക്കളും അടിപൊളിയായിട്ട് തയ്യാറാവുന്നുണ്ട് എന്ന് മാഷിന് അറിയാം അപ്പോൾ വളരെ പ്രധാനപ്പെട്ട പരീക്ഷയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മാഷ് ഡിസ്കസ് ചെയ്യുന്നത് ഏതാണ് നമുക്ക് നോക്കാം എല്ലാ മക്കളും നോക്കിക്കോളൂ യെസ് നന്നാ ഉല്ലു സാറേ ഈ പാഠഭാഗം ഞങ്ങളുടെ മനസ്സിലുണ്ട് കുഞ്ഞു മൂങ്ങയുടെയും അമ്മ മൂങ്ങയുടെയും കഥയാണ് എന്ന് എൻ്റെ മക്കൾ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി യെസ് അല്ലേ അപ്പം നന്നാ ഉല്ലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു മൂങ്ങ അല്ലേ കുഞ്ഞു മൂങ്ങ യെസ് കുഞ്ഞു മൂങ്ങയാണ് നന്നാ ഉല്ലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ നന്നാ ഉല്ലു ആരാണ് കുഞ്ഞു മൂങ്ങ കുഞ്ഞുമൂങ്ങ നിങ്ങളെപ്പോലെ ഒരുപാട് സംശയങ്ങളൊക്കെ ഉള്ള ഒരു മൂങ്ങയാണ് നമ്മുടെ കുഞ്ഞുമൂങ്ങ അല്ലേ കുഞ്ഞുമൂങ്ങക്ക് എന്താണ് നിങ്ങളെപ്പോലെ തന്നെ ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ട് അല്ലേ അപ്പോൾ ഇതെന്താണ് ഒരു കഹാനിയാണ് അഥവാ സ്റ്റോറി അല്ലേ ഒരു കഥയാണ് അല്ലേ അപ്പോൾ അത് നമ്മളിങ്ങനെ പഠിച്ചു അപ്പോൾ അതിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് എൻ്റെ മക്കൾ ശ്രദ്ധിച്ചോ ഏതാണ് ആ ചോദ്യം ഉല്ലു കി കഹാനി പടി അല്ലേ ഉല്ലു കി കഹാനി പടി നന്നാ ഉല്ലുവിൻ്റെ കഥ നിങ്ങൾ അതായത് മൂങ്ങയുടെ നന്നാ ഉല്ലുവിൻ്റെയും കുഞ്ഞു മൂങ്ങയുടെയും കഥ കഹാനി എന്ന് പറഞ്ഞാൽ കഥ പടി വായിച്ചില്ലേ നമ്മൾ നല്ല അടിപൊളിയായിട്ട് ആ കഥ വായിച്ചു അല്ലേ ഇനി നമ്മളോട് പറയുന്നുണ്ട് യഹ് പ്യാർ കി കഹാനി ഹേ ഇതെന്താണ് ഇത് സ്നേഹത്തിൻ്റെ കഥയാണ് ഇത് സ്നേഹത്തിൻ്റെ കഹാനി കഥയാകുന്നു സ്നേഹത്തിൻ്റെ കഥയാകുന്നു കൈസി ലഗി എങ്ങനെയുണ്ട് ഈ കഥ എങ്ങനെയുണ്ട് എൻ്റെ മക്കളൊന്ന് പറഞ്ഞേടാ എങ്ങനെയുണ്ട് ഈ കഥ എങ്ങനെയുണ്ട് ഒന്ന് പറഞ്ഞേ യെസ് വളരെ അടിപൊളിയാണ് സാറേ ഈ കഥ ഞങ്ങളെപ്പോലെ തന്നെ ഒരുപാട് സംശയങ്ങളുള്ള കുഞ്ഞു മൂങ്ങയുടെ കഥ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു മനോഹരമാണ് എന്ന് പറയുന്നു ഇനി നിങ്ങളോട് പറയുന്നുണ്ട് കഹാനി വാചൻ കെ അനുഭവ് പർ ലിഖേ അല്ലേ കഥ വായിച്ച അനുഭവത്തിൽ കഥ നിങ്ങൾ വായിച്ച അനുഭവത്തിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യണം ഡയറി എഴുതുക സെറ്റല്ലേ യെസ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ഒരു ഡയറി എഴുതണം ആ ഡയറി നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് നോക്കാം യെസ് ആദ്യം നമ്മൾ ഡയറി എഴുതുമ്പോൾ മനോഹരമായിട്ടുള്ളൊരു കള്ളിയൊക്കെ എങ്ങനെ വരക്കണം അടിപൊളിയായിട്ടുള്ളൊരു കള്ളിയൊക്കെ എങ്ങനെ വരക്കണം എന്നിട്ടോ നമുക്ക് അതിലൊരു ദിവസം കൊടുക്കണം ഡേറ്റ് കൊടുക്കണം നമ്മൾ എന്ത് ചെയ്തു ശുക്രവാർ 30/10/2020 അത് ഏതെങ്കിലും ദിവസമാകാം രവിവാറാകാം സോമവാറാകാം മംഗൾവാറാകാം ബുധവാറാകാം അല്ലേ ഏതുമാകാം ഇവിടെ നമ്മൾ ശുക്രവാർ കൊടുത്തു ഒരു ഡേറ്റും കൊടുത്തു അല്ലേ ഇനി നമുക്ക് ഡയറി എഴുതുമ്പോൾ ഇത്തരത്തിൽ നമുക്ക് തുടങ്ങാം എന്താണ് നമുക്ക് തുടങ്ങേണ്ടത് നന്നാ ഉല്ലു എന്നുള്ള കഹാനി പടി കഹാനി എന്ത് ചെയ്തു കഥ എന്ത് ചെയ്തു വായിച്ചു എഴുതി തുടക്കം അങ്ങനെ തുടങ്ങി അപ്പോൾ വായിച്ചപ്പോൾ നമുക്ക് എന്ത് തോന്നി ബഹുത്ത് അച്ചി ലഗി വളരെ നല്ലതായി അഥവാ ഇഷ്ടപ്പെട്ടു അല്ലേ അഥവാ നല്ലത് അല്ലേ നല്ല കഥയായിട്ട് നമുക്ക് തോന്നി വഹ് നന്നാ ഉല്ലു കിത്ന നട്കട് ഹേ നമ്മുടെ കഥാപാത്രമായ നന്നാ ഉല്ലു എത്ര കിത്ന പറഞ്ഞാൽ എത്ര വികൃതിയാണ് അല്ലേ വികൃതിയാണ് കാരണം 2 വയസ്സ് മുതൽ നന്നാ ഉല്ലു ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക എന്തും അറിയണം അല്ലേ എന്നിട്ടോ എന്താ ചോദിക്കുന്നത് മാംസേ അമ്മയോട് എന്താ ചോദിക്കുന്നത് താരേ എന്ന് പറഞ്ഞാൽ എന്താ നക്ഷത്രം അല്ലേ താര എന്ന് പറഞ്ഞാൽ നക്ഷത്രമാണ് അതേപോലെ ഗിൻത്തെ നക്ഷത്രങ്ങളുടെ എന്താ അറിയേണ്ടത് എണ്ണം അറിയണം അതേപോലെ പിന്നെ നന്നാ ഉല്ലുവിന് എന്തൊക്കെ അറിയണം ആസ്മാൻ കി ഊഞ്ചായി ആസ്മാൻ എന്ന് പറഞ്ഞാൽ ആകാശമാണ് ആകാശത്തിന് എന്തറിയണം ഊഞ്ചായി ഉയരം അതേപോലെ സമുദ്ര കി ഗഹരായി പിന്നെന്താ നന്നാലുവിന് അറിയേണ്ടത് സമുദ്രം കടൽ അതിൻ്റെ എന്തറിയണം ഗഹരായി ആഴമറിയണം അതേപോലെ ലഹരോം കി ഗിൻതി ലഹർ എന്ന് പറഞ്ഞാൽ തിരമാല സമുദ്രത്തിൽ നിന്നും വരുന്ന തിരമാലകളുടെ ഗിൻതി എണ്ണമറിയണം അല്ലേ അതേപോലെ പിന്നെന്താ അറിയണം ക്യാ ക്യാ ജാന്നാ ചാഹ്താ ഹേ വഹേ ക്യാ എന്ന് പറഞ്ഞാൽ എന്തെല്ലാം അറിയണം അവന് അല്ലേ എന്തെല്ലാം അറിയാനാണ് വഹേ അവനെ വഹേ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാടാ വഹേ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാ യെസ് ഇവിടെ ആരാ നമ്മുടെ നന്നാ ഉല്ലുവാണ് അല്ലേ നന്നാ ഉല്ലുവാണ് വഹേ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാടാ നന്നാ ഉല്ലു അല്ലേ നന്നാ ഉല്ലുവാണ് ഇവിടെ വഹ്
എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്? നന്നാ ഉല്ലു. അപ്പൊ നന്നാ ഉല്ലുവിന് എന്തെല്ലാം അറിയണം? സമുദ്രക്ക് ഗഹരായി, സമുദ്രത്തിന്റെ ആയം, ആകാശത്തിന്റെ ഉയരം, നക്ഷത്രങ്ങളുടെ എണ്ണം, അങ്ങനെ എന്തെല്ലാമാണ് അവൻ അറിയേണ്ടത് അല്ലേ? എന്നിട്ടോ വിഖ്യാൻ കി ദേൻ കെ പരേഹേ, ഇതെന്താണ്? ഇവയെല്ലാം ഇവയെല്ലാം എന്താണ്? ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തത്തിന് അതീതമാണ്. പിടിത്തത്തിന് അതീതമാണ് അല്ലേ? എന്നിട്ട് പറയുന്നുണ്ട് സംസാർ മേ മാം ക്യാ സംസാർ അല്ലെ, സംസാർ എന്ന് പറഞ്ഞാൽ ലോകം. അപ്പൊ എന്താണ്? സംസാർ മേം, ലോകത്ത് അല്ലെ, ലോകത്ത് ലോകത്ത് മാം കാ പ്യാർ, അമ്മയുടെ സ്നേഹം, അമ്മയുടെ സ്നേഹത്തിന് അല്ലെ, സ്നേഹത്തിന് ഉൻകി മമതാക്കി തുൽന അല്ലെ, സ്നേഹത്തിന് തുല്യമായി ഒന്നും തന്നെ ഇല്ല അല്ലെ, ഒന്നും കുച്ച് ബി നഹി, ഒന്നും തന്നെ ഇല്ല. അപ്പൊ ലോകത്തിന് അമ്മയുടെ സ്നേഹത്തിന് തുല്യമായി ലോകത്ത് മറ്റൊന്നും തന്നെ ഇല്ല എന്ന് പറയാണ്. കുച്ച് ബി നഹി, ഒന്നും തന്നെ ഇല്ല അല്ലെ, ഒന്നും, ലോകത്ത് അമ്മയുടെ സ്നേഹത്തിന് അതീതമായിട്ട് ഒന്നും തന്നെ ഇല്ല അല്ലെ, ഒന്നും തന്നെ ഇല്ല. എന്നിട്ട് പറയുന്നുണ്ട് യഹ് കഹാനി ബത്താത്തി ഹേ, ഇതാണ് ഈ കഥ നമ്മളോട് പറയുന്നത്. സെറ്റല്ലടാ മക്കളെ. അപ്പൊ നമുക്ക് ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? നന്നാ ഉല്ലുവിന്റെ ഡയറി എഴുതാം. അപ്പൊ ആദ്യം ദിവസം കൊടുക്കുന്നു ശുക്രവാർ, പിന്നെ ഡേറ്റ് കൊടുക്കുന്നു 30/10/2020. എന്നിട്ട് പറയുന്നു നന്നാ ഉല്ലു കഹാനി പടി, നന്നാ ഉല്ലുവിന്റെ കഥ വായിച്ചു, ബഹുത്ത് അച്ചി ലഗി, വളരെ ഇഷ്ടപ്പെട്ടു, വഹ് നന്നാ ഉല്ലു, നന്നാ ഉല്ലുവിന് കിത്തിന നടുക്കട് ഹേ, എത്ര വികൃതി, വികൃതിയാണ് അവന്, മാംസേ, തന്റെ അമ്മയോട്, താരോം കി ഗിൻതി, നക്ഷത്രങ്ങളുടെ എണ്ണം, ആസ്മാൻ കി ഊഞ്ചായി, ആകാശത്തിന്റെ ഉയരം, സമുദ്ര കി ഗഹരായി, സമുദ്രത്തിന്റെ ആഴം, ലഹരോം കി ഗിൻതി, തിരമാലകളുടെ എണ്ണം, ക്യാ ക്യാ ജാൻനാ ചാത്താ ഹേ, അവൻ എന്തെല്ലാമാണ് അവൻ അറിയേണ്ടത് അല്ലേ? സബ് വിഖ്യാൻ കി ദേൻ കെ പരേഹേ, ഇവയെല്ലാം ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തത്തിന് അതീതമാണ് എന്ന് പറയുന്നു. സംസാർ മേ മാം കാ പ്യാർ, ലോകത്തെ അമ്മയുടെ സ്നേഹം, ഉൻകി മമതാ കി തുൽനാ കെ ലിയേ കുച്ച് ബി നഹി, ലോകത്തെ അമ്മയുടെ സ്നേഹത്തിന് തുല്യമായി കൊണ്ട് ഒന്നും തന്നെ ഇല്ല എന്ന് പറയുന്നു. യഹ് കഹാനി ബത്താത്തി ഹേ, ഇതാണ് ഈ കഥ നമ്മളോട് പറയുന്നത്. ഇത്തരത്തിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഡയറി എഴുതാം. ഇത്തരത്തിൽ എൻ്റെ മക്കൾ ഈ വരുന്ന പരീക്ഷയിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് 5 മാർക്കാണ്. വളരെ അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിലൊരു ഡയറി നമ്മുടെ പരീക്ഷയ്ക്ക് വന്നാൽ എല്ലാ മക്കളും സിമ്പിളായിട്ട് എഴുതൂലടാ, എളുപ്പല്ലേ? യെസ്. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യുക? നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. എല്ലാ മക്കൾക്കും നന്ദി. സബ്കാ ബഹുത് ബഹുത് ശുക്രിയ. ബൈ ബൈ.